എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഹൈറിച്ചിൽ ഉള്ളവർക്ക് വേണ്ടി ഇന്ന് എനിക്ക് വന്നൊരു മെസ്സേജ് നിങ്ങൾക്കൊന്ന് പ്ലേ ചെയ്ത് അത് തന്നെ കേൾപ്പിക്കാം. നമ്മളിപ്പോ ഗ്രൂപ്പുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, മാധ്യമങ്ങളിൽ, അതായത് നമ്മളുടെ അറിയപ്പെടുന്ന മാധ്യമങ്ങളായിട്ടുള്ള മലയാള മനോരമ പോലെയുള്ള, മാതൃഭൂമി പോലെയുള്ള, ഏഷ്യാനെറ്റ് പോലെയുള്ള TV ചാനലുകളിൽ വന്നിരിക്കുന്ന ന്യൂസ് നമുക്കറിയാം. അപ്പൊ ഇന്ന് അവർ അപ്ഡേറ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത് സാറിന്റെ ജാമ്യ അപേക്ഷയെ കുറിച്ചിട്ടുള്ള വിധിയെ പറഞ്ഞുകൊണ്ടാണ്. അവർ പറയുന്നത് ജാർഖണ്ഡില് കമ്പനി രൂപീകരിച്ചതും രജിസ്റ്റർ ചെയ്തതും അവിടെയുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെന്നൊക്കെയാണ് പറയുന്നത്. ഒരു കേസ് നിലവിൽ ഉള്ള കാലത്ത് മറ്റൊരു കമ്പനി രൂപീകരിക്കാൻ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് പറ്റുക? ലീഗലി അതൊരിക്കലും വിലപ്പോകുന്ന കാര്യവുമല്ല. അതും നമ്മൾ ചെയ്തിരിക്കുന്നത്, അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫിജീഷ് സാറിന്റെ പേരിലാണ്. അവിടെയും ഈ നമ്മളുടെ കമ്പനിക്കെതിരെ പ്രവർത്തിക്കുന്നവര് അവിടെയും ജാർഖണ്ഡിലും അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെയും നമ്മളുടെ എല്ലാ അക്കൗണ്ടുകളും മരവിപ്പിച്ചിരിക്കുകയാണ്. അന്നേരം അതിനെതിരെ നമ്മുടെ കമ്പനി എപ്പോഴാണ് ഓപ്പൺ ആകുന്നത്, ആ സമയത്ത് നമ്മുടെ കമ്പനിയിൽ പാർട്ട്ണറായിട്ടുള്ള ഒരു വ്യക്തിയുടെ പേരിലായതുകൊണ്ടാണ് അവിടെ ഫ്രീസിങ് വന്നത്. അല്ലാതെ നമ്മുടെ പ്രതാപൻ സാറിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയല്ല. അതൊന്ന് മനസ്സിലാക്കുക. ഇതാരോ എഴുതി കൊടുക്കുന്നത് ഉടനടി വായിച്ചുകൊണ്ട് പത്രമാധ്യമങ്ങൾ, അതായത് മീഡിയകൾ ഒക്കെ നമ്മളുടെ മെമ്പർമാർക്ക്, അതായത് നമ്മുടെ കമ്പനിയിലെ മറ്റ് മെമ്പർമാരെ കൊണ്ട് FIR ഇടിയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവണത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയാണെന്നുള്ളത് ദൃഷ്ടാന്തം നമുക്ക് മനസ്സിലാവും. നമുക്കറിയാം 420 പ്രകാരം FIR ഇടാൻ പറയുന്നതിന് പിന്നിലെ വികാരം എന്താണെന്നുള്ളത്. നമ്മുടെ മുൻ MLA പോലും പറയുന്നത് കേട്ട് കേസ് കൊടുക്കണം, അത് ക്രിമിനൽ കേസ് വേണം, സിവിൽ പോരാ എന്ന് സാധാരണ ജനങ്ങൾക്കറിയാം. ഇത് കേട്ടറിവ് സിവിൽ കേസാണ് എന്നുള്ളത് പണം നഷ്ടപ്പെട്ടാൽ കൊടുക്കുന്നത് സിവിൽ കേസാണ്, അതായത് ക്രിമിനൽ കേസല്ല. അപ്പോൾ എന്തിനാണ് ഇവർ 420 ഇട്ട് ക്രിമിനൽ കേസ് പറയുന്നത്? അത് നമുക്കറിയാം എന്തുകൊണ്ടാണ് എന്നുള്ളത്. സിവിൽ കേസ് കൊടുക്കണം എങ്കിൽ നഷ്ടപ്പെട്ട തുക 10% കോടതിയിൽ കെട്ടിവെക്കണം. അതുകൊണ്ട് തന്നെ ആരും അതിന് മുതിരത്തില്ല. അപ്പോൾ അവർ പറയുന്നത് പോലെ കേസുകൾ വരില്ല. മറ്റൊരു കാര്യം, ഹൈറിച്ചിലുള്ളവർക്ക് കാശ് കിട്ടുക എന്നുള്ളതല്ല ഇവരുടെ ലക്ഷ്യം. ആരുടെ? നമ്മൾക്ക് എതിരായിട്ട് നിൽക്കുന്നവരുടെ ലക്ഷ്യം കമ്പനി തിരിച്ചു വരാതെ ഇരിക്കുക എന്നുള്ളതാണ്. 420 ഇട്ട് കേസ് കൊടുത്താൽ പ്രതി ശിക്ഷിക്കപ്പെടാം. അങ്ങനെ ഹൈറിച്ചിനെതിരെ വിധി വന്നാൽ കമ്പനി അപ്പീലിന് പോകും. ഈ അടുത്ത കാലത്തൊന്നും കാശ് കിട്ടില്ല എന്നുറപ്പല്ലേ? ഇനി അടുത്തത്, കേസ് അന്വേഷിക്കുന്ന പല ഏജൻസികൾക്കും കേസ് മുന്നോട്ട് കൊണ്ടുപോകണം എങ്കിൽ 420 ഫയർ ഇട്ട് കേസ് കിട്ടണം. ഇല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ അവസാന റിപ്പോർട്ട് കൊടുത്ത് അന്വേഷണം അവസാനിപ്പിക്കേണ്ടി വരും. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, കേസ് കൊടുത്താലും ഇല്ലെങ്കിലും ഒരാളുടെയും കാശ് പോകില്ല. കേസ് കൊടുത്തവന് മാത്രം കാശ് കിട്ടുള്ളൂ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതെന്താണ്? ലോണാണോ അപേക്ഷിച്ചവർക്ക് മാത്രം കൊടുക്കാൻ? ഓർക്കുക, നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, നല്ലതുപോലെ ചിന്തിക്കേണ്ട ഒരു കാര്യം, കമ്പനിയെ ഇല്ലാതാക്കിയാൽ ഇതുവരെ നിങ്ങൾക്ക് എത്ര കിട്ടിയോ അതിന്റെ ബാക്കിയേ കിട്ടൂ. ലോൺ എടുത്തും പണയം വെച്ചും പണം ഇട്ടവർക്കൊന്നും ബാക്കി കിട്ടിയത് കൊണ്ട് ഒന്നും ആവില്ല. ബാധ്യത മാത്രം ബാക്കിയാവും. കമ്പനി തിരിച്ചു വന്നാൽ നമ്മുടെ പ്രോജക്റ്റുകളെല്ലാം റണ്ണിങ് ആയാൽ 2 വർഷം വേണ്ട കമ്പനിക്ക് ഈ പറഞ്ഞ തുക എല്ലാം ലാഭം അടക്കം നമുക്ക് തരാം. നിങ്ങൾ പറയുന്നു കമ്പനി മണി ചെയിനാണെന്ന്. പലരും കളിയാക്കുന്നു. 700ഓളം സൂപ്പർ മാർക്കറ്റ് നടത്തി വരുന്നു. 1500ഓളം ബുക്കിംഗ് ഉണ്ടായിരുന്നു. ഇതെല്ലാം റണ്ണിങ് ആയിരുന്നു എങ്കിൽ ഒരു ദിവസം കമ്പനിയിൽ എത്തുന്ന തുക കണക്ക് കൂട്ടുക എത്രയുണ്ടാവും എന്ന്. കാരണം ഇവിടെ എല്ലാം എന്ത് വിറ്റാലും കമ്പനിക്ക് വരുമാനം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പല്ലേ? 10 ലക്ഷത്തിന് മേലെ കസ്റ്റമർ ഉള്ള നമ്മുടെ പ്രൊഡക്ഷനിൽ ഒരു സിനിമ ഇറങ്ങിയാൽ ഉണ്ടാകുന്ന ലാഭം ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ OTTയിലെ മാഷോ, ലാലേട്ടനെ വെച്ചുള്ള ലൈവ് ഷോ,
സണ്ണി ലിയോണിലൂടെ ഉള്ള സീരീസ് ഇതെല്ലാം വന്നിരുന്നു എങ്കിൽ ഇന്നുള്ള എല്ലാ OTT-യെക്കാളും സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് നമുക്ക് ആകുമായിരുന്നു ഏറ്റവും കൂടുതൽ. ഇതെല്ലാം കോടികളാണ് കണക്ക് കൂട്ടിയാൽ കിട്ടുന്നത്. കമ്പനിയുടെ വളർച്ച നമ്മുടെ HRCC കോയിന്റെ കൂടി വളർച്ച ആകുമായിരിക്കുമല്ലോ. ഒരിക്കൽ $10 വരെയും എത്തിയിരുന്നു കോയിന്റെ മാർക്കറ്റ് റേറ്റ്. ഇനിയെങ്കിലും ചിന്തിക്കുക, എന്തിനാണ് ഈ ജനകീയ കമ്പനിയെ മറ്റുള്ള കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി തകർക്കുന്നത്? ഇന്ത്യൻ ഗവൺമെന്റും കോടതിയും പറയട്ടെ കമ്പനി തുറന്നു തരാം എന്ന്, 2 വർഷം സമയം തരാം എന്നും കൂടെ പറയട്ടെ. കമ്പനി പറഞ്ഞതുപോലെ ജനങ്ങളുടെ പണം ലാഭം അടക്കം കൊടുക്കാൻ കഴിയുമോ എന്ന് കമ്പനി കാണിച്ചു കൊടുക്കും. ലോകത്തിന് കാണിച്ചു കൊടുക്കാം എന്ന് നമുക്ക് എങ്ങനെ രാജ്യം അഭിവൃദ്ധിപ്പെടുത്തുന്നു എന്നും പുരോഗതി എങ്ങനെ ഉണ്ടാക്കുന്നു എന്നും തിരിച്ചറിയുക എന്ന ഈ കമ്പനിയെ സംരക്ഷിക്കുകയല്ലേ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് എല്ലാവരും ഭയപ്പാടോടുകൂടിയിട്ടിരിക്കേണ്ട. നമുക്ക് ഇപ്പൊ ലീഗലി ഉള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ സത്യസന്ധമായിട്ട് തന്നെ നമ്മളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് നല്ല വക്കീലന്മാരെ കിട്ടിയിട്ടുണ്ട്. അവര് നമ്മളോടൊരു ഡേറ്റും പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഡേറ്റ് വരെയും കുറഞ്ഞ കാലയളവേ ഉള്ളൂ. അതുവരെയും നിങ്ങളൊന്ന് ക്ഷമാപൂർവ്വം ഇരിക്കുക. എന്തായാലും നമ്മൾ ഇത്രയും സഹിച്ചു, ക്ഷമിച്ചു. വളരെ ബുദ്ധിമുട്ടിലാണ്, ആത്മഹത്യയുടെ വക്കിലാണ്. പക്ഷേ ഒരു വിജയത്തിന്റെ മുന്നോടിയാണ് എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കുക. ആരും സങ്കടപ്പെടരുത്. എല്ലാവരും ബുദ്ധിമുട്ടിലാണ്. അന്നേരം കുറച്ച് നാളും കൂടെ, കുറച്ച് ദിനരാത്രങ്ങൾ കൂടെ കാത്തിരിക്കുക. തിരിച്ചു വരും, തിരിച്ചു വരാതിരിക്കില്ല, വന്നേ പറ്റൂ. അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന കാര്യങ്ങൾ സർക്കാരായിട്ട് തന്നെ നമുക്ക് ചെയ്തു തരാനുള്ള കാര്യങ്ങളൊക്കെ ലീഗലി നമ്മളുടെ അഭിഭാഷകർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.